ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ 5:30 മണിയായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് ചേട്ടന് ജോലിക്ക് പോകണം, അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റത്. അപ്പോൾ ഇന്നും ഉച്ചവരെയുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ലീവാണ്, ഞാൻ സ്കൂളിലോട്ട് പോകുന്നില്ല. 2 മാസത്തെ ലീവ് എടുത്തതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ എന്തായാലും രാവിലെ ജോലിക്ക് പോകണമല്ലോ, അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റായിരുന്നു. ഇച്ചിരി ദൂരെയാണ് ചേട്ടൻ ജോലിക്ക് പോകുന്നത്, അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡെല്ലാം ഞാൻ തന്നെ ആക്കി കൊടുത്തു വിടും. ചിലപ്പോൾ ചേട്ടൻ 10 മണിക്ക് വരും, അങ്ങനെ വീട്ടിലോട്ട് തന്നെ വരും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ ഉടൻ തന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടന് മാത്രമേ ഉള്ളൂ, എബി അങ്ങ് വീട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സങ്കടം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും ഈ വീഡിയോ എടുക്കുമ്പോൾ എബി ഉണ്ട് കേട്ടോ. ഞാൻ അവനെ കാണിക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ അവനില്ല എന്നുള്ളത് ഓർത്ത് അങ്ങ് പറഞ്ഞു പോയത്. അപ്പോൾ ഈ സമയത്തൊക്കെ അവനുണ്ട്. ഇപ്പം 3 ആഴ്ചയായിട്ട് അവൻ അങ്ങ് എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ 3 ആഴ്ചയ്ക്ക് മുന്നേ എടുത്ത് വെച്ച് കുറേ വീഡിയോസാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 2-3 ആഴ്ചയായിട്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലും അല്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കുന്നില്ല. അപ്പോൾ പതിവ് പോലെ തന്നെ ചായയൊക്കെ ഇട്ടു. ചായ ഇട്ട് വെച്ചതിന് ശേഷം ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എബിയുണ്ട്, ഞാൻ 3 ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്നുണ്ടില്ല. അപ്പോൾ എബിയുള്ള സമയത്ത് എടുത്ത വീഡിയോ ഞാൻ പറഞ്ഞില്ലേ 3 ആഴ്ചയായിട്ട് ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ മെയ് അവസാനമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിടുന്ന വീഡിയോസാണ്. പക്ഷേ ഇതൊക്കെ മെയ് ആദ്യമോ ഏപ്രിൽ അവസാനമൊക്കെ എടുത്ത വീഡിയോ ആണ്. കുറേ വീഡിയോ ഒക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ വിചാരിക്കും ഞാനിപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളായിരിക്കും എടുക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഞാൻ വീഡിയോസൊക്കെ മാറിയും തിരിഞ്ഞും എനിക്ക് സൗകര്യം ഏത് വീഡിയോ ആണോ ആദ്യം പോസ്റ്റ് ചെയ്യാനായിട്ട് തോന്നുന്ന അപ്പോൾ ആ ഒരു വീഡിയോ അങ്ങ് എടുത്തിടും കേട്ടോ. ബാക്കി വീഡിയോസ് അങ്ങനെ കിടക്കും. പിന്നെ എനിക്ക് തോന്നണം ഇത് എടുത്തിടാം എന്ന് തോന്നുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഞാൻ എടുത്തിടുന്നത്. എനിക്കങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ വീഡിയോ ഇപ്പോൾ എടുക്കാനും പറ്റുന്നില്ല, അത് എഡിറ്റ് ചെയ്തിടാനും പറ്റില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് എന്തോ എനിക്കിപ്പോൾ ഒരു ഭയങ്കരമായിട്ട് മടി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വ്യൂസും ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്കിപ്പം വീഡിയോസൊന്നും ഇടാനോ ഒന്നും തോന്നാറുമില്ല കേട്ടോ. അങ്ങനെ പോകുന്നു. പിന്നെ കുറച്ച് പേരെങ്കിലും കാണാനുണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ വീഡിയോ തന്നെ ഇടുന്നത് തന്നെ കേട്ടോ. ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ മുമ്പാണെങ്കിൽ എല്ലാ ദിവസവും ഡെയിലി വ്ലോഗ് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇത് കുറച്ച് ദിവസം ഇടാതിരുന്ന സമയത്ത് ചോദിച്ചു 1-2 പേര്, എന്ത് വീഡിയോ ഇടുന്നില്ലല്ലോ, ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ പിന്നെ ഇടാനുള്ള മടി കൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ വിചാരിച്ചു ഡെയിലി ഇപ്പോൾ ഇടണ്ട, ഓരോ ദിവസം ഇടവിട്ട് ഓരോ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായും തോന്നുന്നു കേട്ടോ. ഓരോ ദിവസം ഞാൻ ഇടവിട്ടായിരിക്കും വീഡിയോസൊക്കെ ഇടുന്നത്. പക്ഷേ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ ഡെയിലി ഒന്നൊക്കെ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് എനിക്ക് തോന്നുമ്പോൾ 2-3 ഒക്കെ ഞാൻ ഒരുമിച്ച് എടുത്തിടും. ചില സമയത്ത് ഒന്നും ഇടാറില്ല, അങ്ങനെയൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ജോലിയൊക്കെ ഞാൻ രാവിലെ തന്നെ അങ്ങ് തീർത്ത് വെച്ചായിരുന്നു കേട്ടോ. എന്തെന്ന് വെച്ചാൽ പിന്നെ ആ ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ രാവിലെ തന്നെ 8-9 മണിക്കകത്ത് തന്നെ എല്ലാ ജോലിയും അങ്ങ് തീർത്ത് വെച്ചായിരുന്നു. പിന്നെ എനിക്ക് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. എന്തെന്ന് വെച്ചാൽ പിന്നീട് എനിക്ക് കാലിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടിരിക്കണമെങ്കിൽ എനിക്ക് ഉച്ചയാകുമ്പോൾ എൻ്റെ ജോലികളെല്ലാം കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ ഫുഡെല്ലാം കഴിച്ച് അപ്പോഴത്തേക്കും എനിക്ക് നല്ലതുപോലെ വിശന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് നിന്നു. അത് തന്നെ വീടിനകമൊക്കെ ഒന്ന് തൂത്തൊക്കെ കളഞ്ഞായിരുന്നു കേട്ടോ. കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങൾ വലയൊക്കെ പിടിച്ചിരിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി ശരിയാക്കിയൊക്കെ വെച്ചു. വീടിനകമൊക്കെ ഒന്ന് തൂത്തു. കുറേ തുണിയൊക്കെ എനിക്ക് തയ്ക്കാനും ഉണ്ട്. കാല് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇന്നും കുറച്ച് തുണി തയ്ച്ച് വെക്കണമെന്നൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അത് വരും ദിവസങ്ങളിലൊക്കെ ചെയ്യണം. ഇപ്പോൾ ഡെയിലി തുണി തച്ചുകൊണ്ട് തന്നെ ഇരിക്കാനും പറ്റുന്നില്ല, കാലിന് വയ്യാത്തതുകൊണ്ടേ. അപ്പോൾ 2-3 ദിവസത്തിൽ ഒരിക്കലായിരിക്കും ഞാനൊന്ന് ഇരുന്ന് എല്ലാ ഡ്രസ്സൊക്കെ ഒന്ന് തയ്ച്ച് വെക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ച് എനിക്ക് ഒരുപാട് ഡ്രസ്സൊന്നും തയ്ക്കാനൊന്നും കിട്ടുന്നില്ല. ഞാൻ അങ്ങനത്തെ തയ്ക്കുന്ന ആളല്ല. ഇപ്പോൾ ഒരു നൈറ്റിയോ ചുരിദാറോ ഒക്കെ ഒന്ന് ഷേപ്പൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒരുപാട് പേര് കൊണ്ട് തരുന്നുണ്ട്. അതിങ്ങനെ ഞാൻ കൂട്ടി അങ്ങനെ വെച്ചിരിക്കും, ഒരുമിച്ചിരുന്ന് തയ്ക്കാമെന്നൊക്കെ വിചാരിക്കും. ഡെയിലി ആകുമ്പോൾ കാലിങ്ങനെ അനക്കുന്ന സമയത്ത് എനിക്ക് വേദന വരാറുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലകത്ത് തൂക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തോട്ട് വന്നായിരുന്നു. പുറത്തോട്ടും അതുപോലെ തന്നെ ഇച്ചിരി ചവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നല്ല വെയിലുള്ള സമയമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ മെയ് അവസാനമായ സമയത്തേക്ക് നല്ല മഴയാണ്. മഴ കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ എല്ലാവരും. നമുക്ക് അറിയാമല്ലോ, എല്ലായിടും മഴ കാരണം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ്.
അപ്പോൾ ഇത് നല്ല വെയിലുള്ള സമയത്താണ് ഞാൻ ഈ വ്ളോഗ് എടുത്തത് കേട്ടോ. അപ്പോൾ തൂത്ത് അകവും പുറവും ഒക്കെ തൂത്തതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് തുണി അലക്കാനായിട്ട് നിന്നു. അപ്പോൾ തുണി അലക്കൽ ഞാൻ ഇപ്പോൾ 2-3 ദിവസത്തിലൊരിക്കൽ ഞാൻ അലക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് എനിക്ക് കഴുകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇച്ചിരി ചവറുകളും കാര്യങ്ങളും അവിടെയൊക്കെ ഒന്ന് ഒതുക്കാനൊക്കെ ഉണ്ട്. കാരണം മുമ്പ് വീട് പണിഞ്ഞ സമയത്തൊക്കെ വന്ന ഫോൾട്ടുകളാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീട് വെച്ചതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാരണം തന്നെ ആകപ്പാടെ ഒരു തകിടം മറിഞ്ഞ പരുവത്തിലാണ് നമ്മുടെ വീട് പോലും. അപ്പോൾ ബാക്ക് സൈഡിൽ ഇപ്പോൾ രണ്ടാമത് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്ത സമയത്ത് തുണി അലക്കുന്ന കല്ല് നല്ല പൊക്കത്തിലായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീടിൻ്റെ സൈഡിൽ തന്നെ പടി കുറച്ചുകൂടെ ഇറക്കമുള്ളത് കൊണ്ട് തന്നെ ആ കല്ല് വെച്ചിരുന്ന അവിടുത്തെ നമ്മൾ തുണി അലക്കുന്ന കല്ല് വെച്ചിരുന്ന ആ സൈഡിൽ തന്നെ കല്ലുകൾ കുറച്ചുകൂടെ എടുത്തായിരുന്നു ബാക്ക് സൈഡിൽ പടി വെച്ചത്. അതുകൊണ്ട് തന്നെ ആ കല്ല് അതുപോലെ അങ്ങ് താഴെ വെച്ചു. ഇപ്പോൾ 1 വർഷത്തിലേറെയായി ഇപ്പോൾ ആ കല്ല് തറയിലാണ് കിടക്കുന്നത്. അവിടെ ഇരുന്നാണ് നമ്മൾ തുണി അലക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ കാല് വയ്യാത്തത് കൊണ്ട് എനിക്ക് ഒരുപാട് നേരം വരെ അങ്ങനെ ഇരുന്ന് അലക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 2-3 ദിവസത്തിലൊരിക്കലായിരിക്കും തുണി അലക്കിയിടുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഡെയിലി അങ്ങനെ ഇരിക്കുന്ന സമയത്തും കാല് വേദനയുണ്ട്. മറ്റേത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അങ്ങ് കഴുകി എടുക്കാമല്ലോ, ആ രീതിയിൽ തന്നെയായിരിക്കും ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തുണി അലക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് പോയി കിടന്നായിരുന്നു. നല്ലപോലെ നടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി കുറച്ച് നേരം ഒന്ന് കിടന്നതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞാൻ ചില സമയത്ത് രാവിലെ തന്നെ അങ്ങ് കഴുകി വെക്കും, ഇല്ലെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കഴുകി വെക്കും, ഇല്ലെങ്കിൽ ഫുഡും കൂടെ കഴിച്ചിട്ടായിരിക്കും ഒരുമിച്ച് അങ്ങ് കഴുകിയിട്ട് പോയി കിടക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മിക്ക ദിവസം ചെയ്യാറുള്ളത്. പക്ഷേ തീരെ വയ്യാത്ത ദിവസങ്ങളാണെങ്കിൽ മാത്രം ഞാൻ ഒന്ന് തുണിയും കൂടെ അലക്കി ഇട്ടിട്ട് ഒന്ന് കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് പാത്രം കഴുകും. പിന്നീട് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തതിന് ശേഷം ഫുഡ് കഴിക്കും, പിന്നെ അടുത്തെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് കാണും, അങ്ങനെ ഞാൻ ചെയ്യും. അതൊക്കെയാണ് എൻ്റെ സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ ബീനയുടെ വീട്ടിലോട്ട് പോകും. ഇപ്പോൾ കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടന്നും പോകാറില്ല, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്, എവിടെയും പോകുന്നില്ല. അപ്പോൾ ചേട്ടനുള്ള സമയത്താണെങ്കിൽ എന്നെ കുറച്ച് നേരം ഒന്നിപ്പോൾ അങ്ങോട്ട് കൊണ്ടാക്കും. കാരണം ഇപ്പോൾ 2 മാസം ഞങ്ങൾ എല്ലാവരും ലീവ് എടുത്ത് തനിമയിലെ ജോലിയൊക്കെ ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം 2 മാസം എന്തായാലും ലീവല്ലേ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ അത്യാവശ്യമൊക്കെ പോകുന്നെങ്കിൽ പിന്നെ ഇതൊരു തടസ്സവും. മറ്റേത് ജോലിക്ക് പോകുന്ന സമയത്ത് കൂടെ ആകുമ്പം ഇതും കൂടെ അതിൻ്റെ കൂടത്തൂടെ അങ്ങ് നടക്കും. ഇപ്പോൾ 2 മാസം ലീവായതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നെങ്കിൽ അങ്ങനെ പോകും. അതുകൊണ്ട് ഇപ്പോൾ 2 മാസത്തേക്ക് തനിമയുടെ ജോലിയൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ചേട്ടനുള്ള സമയത്ത് എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടാക്കും കുറച്ച് നേരത്തേക്ക്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുക്കളയിൽ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചു. പിന്നെ വീഡിയോസൊന്നും വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയും ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഷോർട്സ് ഒന്നും പറഞ്ഞില്ല കേട്ടോ, ലോങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും വ്ളോഗും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ഉണ്ടായിരിക്കണം കേട്ടോ. എന്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് എനിക്ക് അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും ഈ മഴ സമയത്തും സേഫായിട്ടും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പനിയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.